ഹലോ അച്ഛന്മാരെ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ അടുത്തായിട്ട് റീബോക്കിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള, അതായത് ബഡ്ജറ്റ് സീരീസിൽ വരുന്ന കുറേ ഷൂകൾ വന്നിട്ടുണ്ട്. അതിൽ ഒഫീഷ്യൽ പ്രൈസ് തന്നെ നോക്കുകയാണെങ്കിൽ നല്ല കുറഞ്ഞിട്ടാണ് വരുന്നത്. അതിൽ തന്നെ എക്സ്ട്രാ ഓഫറോടെയാണ് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനാകെ 1000 രൂപയുടെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ തന്നെ 1899 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റേറ്റ് കുറഞ്ഞ് വരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിനുള്ള ക്വാളിറ്റി കോംപ്രമൈസോ, ഡിസൈനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് റിവ്യൂയിലോട്ട് എടുക്കാം. ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്ര ക്വാളിറ്റിയുള്ള ബോക്സിലൊന്നും ഇല്ല വന്നത്. ഇത് വന്നപ്പോൾ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യൽ പ്രൈസ് 1899 ഞാൻ പറഞ്ഞല്ലോ, ഓഫറിന് ഏകദേശം 1000 രൂപ പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് മോഡൽ നെയിം റീബോക്ക് സ്ട്രൈഡ് റണ്ണർ എന്നാണ്. അതുപോലെ പ്രൊഡക്ഷനും അത്യാവശ്യം കൂടുതലാണ്, മെയിലാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ബോക്സിന് മുകളിൽ കാണിക്കാനില്ല. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്, വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റീബോക്കിൻ്റെ ഒരു ലോഗോ കാണാം. അത് പ്യുവർ വൈറ്റ് അല്ല, ഗ്രേയിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്സോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലായിട്ട് ഒരു കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇതൊരു റീബോക്കിൻ്റെ ഷൂ അല്ലെങ്കിൽ അത്ര ക്രേസി ആയിട്ടുള്ള കുറേ ഡിസൈനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് റീബോക്കിൻ്റെ. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് നല്ല സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ അധികം എക്സ്ട്രാ വർക്കൊന്നും ഇല്ലാത്ത ഒരു ഈസി അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. സോ ഇത് മിനിമലായിട്ടുള്ള ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഗ്ലൂയിങ് ഒന്നും തീരെ പുറത്തോട്ട് കാണുന്നില്ല, നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ ബിൽഡ് ഫിനിഷിങ് അടിപൊളിയായിട്ട്. ഇനി ഇവിടെ ഈ ലേസ് പാസ് ചെയ്ത് പോകുന്നതൊക്കെ അഡീഷണൽ ആയിട്ട് വേറെ സിന്തറ്റിക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റിച്ചിങ് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. ലേസ് പിന്നെ സാധാ ജനറിക് ആയിട്ടുള്ളൊരു ലേസാണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ റീബോക്കിൻ്റെ ഒരു ലോഗോ കാണാം. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്സോളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ഡിസൈനിങ്ങും ടെക്സ്ചറും കാണാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രിപ്പും അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് നല്ല ഗ്രിപ്പൊക്കെ തരുന്ന ഒരു ഷൂ തന്നെയാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ വലിയൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലാണ് റീബോക്ക് ചെയ്തിട്ടുള്ളത്. പിറകിൽ ഒരു നമുക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു റീബോക്കിൻ്റെ ലോഗോയും കാണാം. അപ്പോൾ ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങിൽ റീബോക്കിൻ്റെതായ കുറച്ച് പ്രീമിയം ടച്ചൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഷൂ ആണ്. ഇനി നമുക്ക് കംഫർട്ട് എന്നുള്ള സെക്ഷനിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഈ ഫുഡ് ബെഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യൂഷനുള്ള ഒരു ഫുഡ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ചീപ്പായിട്ടുള്ള സ്റ്റിക്കിംഗ് ഒന്നല്ല ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള കറക്റ്റ് പ്ലേസിലോട്ട് ഹോൾഡ് ചെയ്യുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ഗ്ലൂ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് കംപ്ലീറ്റ്ലി ഓറഞ്ചും ബ്ലാക്കിൽ റീബോക്കിൻ്റെ ലോഗോയും ടെക്സ്റ്റും കാണാം. ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്യൂഷനുണ്ട്. സോ ഇതിൻ്റെ കംഫർട്ടും അടിപൊളിയാണ്. അപ്പോൾ എഗെയിൻ ഈ ഒരു പ്രൈസിന് നമ്മുടെ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടാണ് ഈ ഒരു ഷൂ തരുന്നത്. പിന്നെ ഉള്ളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രൊഡക്ഷൻ കൂടെ നോക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, അല്ലാതെ വേറെ ചൈനീസോ അങ്ങനത്തെ പ്രൊഡക്ഷനൊന്നല്ല വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് QR കോഡും റീബോക്കിൻ്റെ ബ്രാൻഡിങ് ഒക്കെ കാണാം. സോ കംഫർട്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ഫുഡ് ബെഡിൻ്റെ ഭാഗത്തു നിന്ന് നല്ല റെസ്പോൺസാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്ലെക്സിബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. അതല്ലാതെ അഡീഷണൽ ആയിട്ട് വലിയ സംഭവങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല ഫ്ലെക്സിബിളായി മാറാൻ. ഇത് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്സോൾ ആയതുകൊണ്ട് വലിയ കട്ടിങ് ആണെന്നും വരുന്നില്ല. സോ നല്ല ഫ്ലെക്സിബിലിറ്റിയും തരുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഡ്യൂറബിലിറ്റി ടെസ്റ്റിലോട്ട് കിടക്കുന്നത്. ഇതാണ് ഈ ഒരു ഷൂവിൻ്റെ ക്വാളിറ്റിയിൽ വല്ല കോംപ്രമൈസും റീബോക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും തറവായിട്ട് നല്ല ഹാഷ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഈ പാർട്ട് വലിച്ചു നോക്കാം. ഇത് വലിക്കുമ്പോൾ അത്യാവശ്യം സ്ട്രെച്ച് ആവുന്നുണ്ട്. എന്നാലും ഇവിടെ ഒന്നും സ്റ്റിച്ചിങ് ഒന്നും വിട്ട് പുറത്തോട്ട് പൊളിഞ്ഞു പോരുന്ന ഒരു പ്രശ്നം കാണുന്നില്ല. അവിടെ കറക്റ്റായിട്ട് തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. എത്ര പ്രഷർ കൊടുത്തിട്ടും എത്ര സ്ട്രെസ് കൊടുത്തിട്ടും വലിയൊരു അനക്കമൊന്നും കാണുന്നില്ല. ഇനി പിറകിലുള്ള സ്ട്രാപ്പ് ഒന്ന് വലിക്കും. ഞാൻ വലിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 2 പ്രാവശ്യം സ്റ്റിച്ചിങ് പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് കിട്ടും. പക്ഷെ എന്നാലും സ്റ്റിച്ചിങ് പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് വലിഞ്ഞു പോയതാണ്. അതല്ലാതെ ഇതിനൊരു ഡാമേജും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സ്ട്രാപ്പിന് വരുന്നുണ്ട്. ഇനി ലോഗോ ഒന്ന് സ്ക്രാച്ച് ചെയ്യാം.
ലോഗോക്കൊന്നും ഒരു സീനും കാണുന്നില്ല, നല്ല സെറ്റായിട്ടാണ് അവർ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര കാലം യൂസ് ചെയ്താലും ഇതൊന്നും പൊളിഞ്ഞു പോരുന്ന ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇനി ക്രീസിങ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ബെൻ ടെസ്റ്റ് ചെയ്യാം. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്കൊക്കെ നമുക്ക് ലൈൻസ് കാണാൻ പറ്റും. അതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫൈൻ ലൈൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിസൈനുകളതിനെ കൊണ്ട് ക്രീസിങ് വന്നു കഴിഞ്ഞാൽ വലിയൊരു ബോറൊന്നും ആവില്ല. സോ ഓവറോൾ ഈ ഒരു പ്രൈസിന് ഷൂവിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആകെ തോന്നിയുള്ള ഒരു കുറവെന്ന് വെച്ചാൽ നിങ്ങൾ ക്രേസി ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്നാലും കംഫർട്ടും അതുപോലെയുള്ള ഫാക്ടേഴ്സൊക്കെ രക്ഷയില്ല, സെറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you so much for watching. Okay, see you later. Peace.